ദാസനും കമലനും പ്ലേറ്റ് കൊടുക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണുവിനും കൊടുക്കുമ്പോൾ വിഷ്ണു പറയാണ് എനിക്ക് വേണ്ട. വേണ്ടേ, തന്നേക്ക്, ഞാൻ ഇവിടെ വെച്ചേക്കാം. ശാലിനി രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പുകയാണ്. അന്നേരം കമലൻ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എന്ന് വിളിച്ച്. അന്നേരം ശാലിനി ചോദിക്കുകയാണ് ഇതെന്താ പ്രാർത്ഥനയോ? അത് കണ്ട് ദാസൻ പറയുകയാണ് ഞങ്ങളെക്കാൾ പ്രായമുള്ള ഭക്ഷണമാണല്ലോ, അതുകൊണ്ട് ഒന്ന് ബഹുമാനിച്ചേക്കാം എന്ന് കരുതി. ശാലിനി പറയുകയാണ് അമ്മാവൻ വലിയ തമാശക്കാരൻ ആണല്ലോ, ഇത് പഴകിയതൊന്നും അല്ല, ഇന്ന് വച്ചത് തന്നെയാണ്, നല്ല ചെറിയ ചൂടും ഉണ്ട്. മോശം ഭക്ഷണം ശാരദാമ്മയുടെ കുടുംബശ്രീയിൽ നിന്ന് ആർക്കും കൊടുക്കാറില്ല, പണം വാങ്ങിയിട്ടും അല്ലാതെയും. ഭക്ഷണം കണ്ടിട്ട് ദാസൻ വിഷ്ണുവിനെ നോക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറയുകയാണ് വിഷ്ണു. അവർ രണ്ടുപേരും പെട്ടെന്ന് വാരി കഴിക്കുന്നത് കണ്ട് ശാലിനി പറയുകയാണ് പതുക്കെ കഴിച്ചാൽ മതി. ഇത് കേട്ട് ദാസൻ പറയുകയാണ് ശരി ഏട്ടത്തിയമ്മേ. അത് കേട്ട് എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ് ഞങ്ങള് പാവങ്ങളല്ലേ കുഞ്ഞെ, എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇരന്ന് വാങ്ങി കുടിച്ചാണ് ഞങ്ങൾ പിഴച്ചു പോകുന്നത്. പ്രായത്തിൽ താഴ്ന്നവരെ ഞാൻ അമ്മ എന്നേ വിളിക്കൂ. ഏട്ടത്തിയമ്മയെന്ന് എന്ന് പറഞ്ഞ് ദാസനെ തട്ടി വിളിക്കുകയാണ് കമലൻ. കമലൻ തുടരുകയാണ് ഇവൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്, പിന്നെ ഏട്ടത്തിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ സ്ഥാനത്ത്. ആ ഏട്ടത്തിയമ്മ ഇവന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി ഇടിച്ച് മരിച്ചു, ടിപ്പർ. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് ദാസൻ കമലനെ തന്നെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു കമലനെ തട്ടിക്കൊണ്ട് പറയുകയാണ് മതി മതി, അങ്ങനെയാണ് ഇവൻ അനാഥനായത്. കുറെ കാലം ഭ്രാന്താശുപത്രിയിലായിരുന്നു, ഇപ്പോഴും തീർത്തും മാറിയിട്ടില്ല, അതുകൊണ്ട് ഇവൻ പറയുന്നതൊന്നും കുഞ്ഞ് കാര്യമായിട്ട് എടുക്കേണ്ട. ഇതൊക്കെ കേട്ട് അയ്യോ പാവം എന്ന് പറയുകയാണ് ശാലിനി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദാസൻ ചോദിക്കുകയാണ് അച്ചാറുണ്ടോ ഇവിടെ? അച്ചാറോ എന്ന് ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് എന്ത് അച്ചാറാണ് വേണ്ടത്? കടുമാങ്ങയാണ് ബെസ്റ്റ്, സാദാ മാങ്ങയും നല്ലതാ. ശരി നോക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി പോവുകയാണ്. ശാലിനി പോയ ശേഷം ദാസന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിഷ്ണു പറയുകയാണ് ദേ ഒറ്റ ഇടി വെച്ച് തന്നാലുണ്ടല്ലോ, ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കാൻ പാടില്ല. ആശാൻ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ പശു ഒന്നും ഇല്ലാന്ന്, പിന്നെ എങ്ങനെ ദാനം തരാനാണ്? ഇതൊക്കെ കണ്ടുകൊണ്ട് കമലൻ പറയുകയാണ് ആശാനെ ഞാനിവനെ എടുത്ത് കിണറ്റിലിടട്ടെ. അന്നേരം അച്ചാറുമായി വന്ന ശാലിനി ചോദിക്കുകയാണ് ആരെയാണ് കിണറ്റിലിടേണ്ടത്? വിഷ്ണു പറയുകയാണ് അതല്ല, രണ്ടുപേരെയും ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്ന് പറയുമായിരുന്നു, ഇത്രയും അഴുക്ക് നീക്കണമെങ്കിൽ എടുത്ത് കിണറ്റിലെറിയണമെന്ന് തമാശ പറഞ്ഞതാണ്. ദാ മാങ്ങയാണെന്നും പറഞ്ഞ് അച്ചാർ വിളമ്പുകയാണ് ശാലിനി. അച്ചാർ തൊട്ട് നക്കിയ ശേഷം ദാസൻ പറയുകയാണ് എരിവും ഉപ്പും പുളിയും എല്ലാം പാകത്തിന്, കുറച്ച് പൊതിഞ്ഞെടുത്താൽ നല്ല ബെസ്റ്റ് ടച്ചിങ്സ് ആണ്. അന്നേരം കഞ്ഞി കുടിച്ച് മണ്ടയിൽ കയറുകയാണ് കമലന്. അത് കേട്ട് ശാലിനി ചോദിക്കുകയാണ് ടച്ചിങ്സോ? അതിനും കമലൻ മറുപടി പറയുകയാണ് അതെ, മിക്ക ദിവസങ്ങളിലും കഴിക്കാനൊന്നും കിട്ടാറില്ല, അച്ചാറെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് നോക്കി കഴിക്കാമല്ലോ, അതാണ് ടച്ചിങ്സ്. അന്നേരം വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുകയാണ് നിങ്ങൾ കഴിക്കുന്നില്ലല്ലോ? വേണ്ട, ഞാൻ കഴിച്ചു. ശാലിനി പറയുകയാണ് അതെ, ഇവരെ ഇനി കടവരാന്തയിലൊന്നും ഉറങ്ങാൻ സമ്മതിക്കണ്ട, അനാഥർക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കുമൊക്കെ ഒരുപാട് റീഹാബിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട് നമുക്ക് ചുറ്റും. ഇത് കേട്ട് റീ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ശാലിനി പറയുന്നു റീഹാബിറ്റേഷൻ സെന്റർ, പുനരധിവാസ കേന്ദ്രം. പാവപ്പെട്ടവരാണെങ്കിൽ താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ സർക്കാർ നൽകും. ഇയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ മതി, അവര് ബാക്കി നോക്കണമെന്നാണ് നിയമം. വിഷ്ണു പറയുകയാണ് കയ്യിലിരിപ്പ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അതെന്താ, അവരാകുമ്പോൾ അത് മൊത്തത്തിലങ്ങ് കൈകാര്യം ചെയ്യുമല്ലോ. കഴിച്ചുകൊണ്ടിരിക്കുന്ന ദാസൻ വീണ്ടും ചോദിക്കുകയാണ് കുറച്ച് മാങ്ങാ പുളിശ്ശേരി കിട്ടുമോ? ഇത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു പറയാണ് ദേ കിളവ, മര്യാദയ്ക്ക് തരുന്നത് കഴിച്ചുകൊണ്ട് പൊയ്ക്കോളണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറൂ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് കിളവാന്നോ? ഇങ്ങനെയാണോ മുതിർന്നവരെ സംബോധന ചെയ്യുന്നത്? നിങ്ങളൊരു മനസ്സലിവും നന്മയുമുള്ള ആളാണെന്നാണ് ഞാൻ കരുതിയത്. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ് അതെന്താണെന്നറിയാമോ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഞാൻ തമാശയ്ക്ക് കിളവാന്ന് വിളിക്കും, ഇവരെന്നെ എടാ പോടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ലേ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ കമലം പറയാണ് യാ. ഒരു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ ശേഷം വിഷ്ണു പേഴ്സിൽ നിന്നും പൈസ എടുത്ത് ശാലിനിക്ക് നീട്ടുകയാണ്. ദാ ഇതെന്താ? അല്ല, ഭക്ഷണത്തിന്റെ കാശ്. ചെന്ന് വരുന്ന ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നാണ് ശാരദാമ്മ പറയാറ്. ഒരു 100 രൂപയുടെ പേരിൽ ആ പുണ്യം കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരുപാട് നന്ദിയെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് വിഷ്ണു. കൈ കഴുകി വന്ന ശേഷം ദാസനും കമലനും വടിയും ഭാണ്ഡക്കെട്ടും ഒക്കെ എടുത്തിട്ട് നമസ്കാരം പറയുകയാണ് ശാലിനിക്ക്. അതിനുശേഷം അവർ 3 പേരും ഇറങ്ങുകയാണ്. ശാലിനി പറയാണ് നല്ല ചങ്സ് ആണല്ലോ. ശാലിനി കരുതുകയാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ചെറുപ്പക്കാരുണ്ടോ, ഈ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് സമ്മതിക്കണം. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് ഗോപാലകൃഷ്ണൻ വിളിക്കാൻ എടാ ബാലചന്ദ്ര, അനൂപേ വാ, വല്ലതും കഴിക്കാം. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ബാലചന്ദ്രൻ പറയുകയാണ് അളിയന്റെ ജീവിതത്തിൽ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അളിയൻ ആത്മാർത്ഥത കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഭക്ഷണ കാര്യത്തിൽ. വിശന്നാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, വയറങ്ങ് കത്തിപ്പിടിക്കും.
അതാണ് ഈ ആത്മാർത്ഥത. അതിനുശേഷം ഗോപാലകൃഷ്ണൻ അവിടെ ഇരുന്ന പാത്രങ്ങളിൽ നിന്ന് ഒന്ന് തുറന്നു നോക്കുകയാണ്. പക്ഷെ അതിലൊന്നും കാണുന്നില്ല. ഇതിലൊന്നും കാണുന്നില്ലല്ലോ, നല്ല ബെസ്റ്റ് രാശി എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വേറെ പാത്രം തുറക്കുകയാണ്. ഇതിലും ഒന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് രണ്ടളിയന്മാരും കൂടി എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കുകയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ഇതെല്ലാം കാലിയാണല്ലോ അളിയ. അതിനുശേഷം അടുക്കളയിൽ പോയി രണ്ടുപേരും കൂടി ഓരോരോ പാത്രങ്ങളായി തുറന്നു നോക്കുകയാണ്. പക്ഷെ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാലചന്ദ്രൻ പറയുകയാണ്, അല്ല ഇതെന്താ, ഇന്നിവിടെ എല്ലാവരും ഉപവാസമാണോ? ആ ജോലിക്കാരി എവിടെ? അല്ല ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, അമ്മ പനി പിടിച്ചു കിടക്കുകയാണ്. പനിയോ? ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അത് അളിയൻ എങ്ങനെ അറിയാനാണ്? അളിയനെ പുറത്താക്കി ചേച്ചി ബെഡ്റൂം അടച്ചിട്ട് നാള് കുറെ ആയില്ലേ? ശവത്തി കുത്താതടാന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, വാ നോക്കാം. അന്നേരം മുകളിലത്തെ മുറി മൂടിപ്പുതച്ച് കിടക്കുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തു പറ്റി രാജേശ്വരി? നല്ല പനിയും കിടുകിടുപ്പുമാണ്, എണീക്കാനേ പറ്റുന്നില്ല. ഭിത്തിയിലേക്ക് തൊട്ട് നോക്കിയിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്നിട്ട് ചൂടൊന്നും തോന്നുന്നില്ലല്ലോ? ഉള്ളിലെ പനിയാണ്, ശരീരം അനക്കാൻ വയ്യ, ദേഹമാസകലം ഇടിച്ചു നുറുക്കിയ പോലുള്ള വേദനയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചേച്ചി, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു, ഉടനെ മാറിക്കോളും എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയാണ്, എന്നാലും എന്ന് പറയുമ്പോൾ വീണ്ടും രാജേശ്വരി ദേഷ്യപ്പെടുകയാണ്, വേണ്ട എന്ന് പറഞ്ഞില്ലേ? ഗോപാലകൃഷ്ണൻ കരുതുകയാണ്, പനിയാണെന്ന് പറഞ്ഞിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, കറക്റ്റ്, അളിയൻ വാ, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. പോകാൻ നേരം രാജേശ്വരി പറയുകയാണ്, അതെ നിങ്ങൾ ആരും ഒന്നും കഴിച്ചില്ലല്ലോ? ഇല്ല രാജേശ്വരി, എന്നെ കൊണ്ട് ഇന്നൊന്നിനും വയ്യ. ആ സെർവന്റ് ആണെങ്കിൽ ഇന്ന് ലീവാണ്, നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചാലോ ചേച്ചി? കേട്ട് അനൂപ് പറയുകയാണ്, അതെ നമുക്ക് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും മതി. കേട്ട് രാജേശ്വരി ദേഷ്യപ്പെട്ട് നോക്കുമ്പോൾ അയ്യോ എന്ന് വയ്ക്കുകയാണ് ബാലചന്ദ്രൻ. പെട്ടെന്ന് രാജേശ്വരി ചാടി എഴുന്നേറ്റ് അനൂപിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനൂപ് പറയുകയാണ്, അമ്മേ ഞാൻ. ഇരി വരുത്തിക്കൊണ്ട് രാജേശ്വരി പറയുകയാണ്, മോന്റെ ഇഷ്ടം അതാണോ? എങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോ ഭക്ഷണം. കേട്ട് അമ്മയെന്ന് അനൂപ് വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാടാ, ഇന്നത്തെ ഭക്ഷണം ശാരദയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. എന്തുപറ്റി ഇതെന്നും പറഞ്ഞ് പരസ്പരം നോക്കുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും. രാജേശ്വരി പറയുകയാണ്, അവർ നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് നടത്തുന്നു, അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കുന്ന നമ്മൾ വെറും കസ്റ്റമേഴ്സ് മാത്രം, അവിടെ എന്തിനാ നമ്മൾ വ്യക്തിവൈരാഗ്യം കാണിക്കുന്നത്? അല്ല രാജേശ്വരി, അത് പിന്നെയെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഗോപാലകൃഷ്ണനെ ഒന്ന് രൂക്ഷമായി നോക്കുകയാണ് രാജേശ്വരി. അതിനുശേഷം അനൂപിനോട് രാജേശ്വരി പറയുകയാണ്, എന്നാ പിന്നെ മോൻ പോയിട്ട് വാ, നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ വാങ്ങിക്കോ. വീണ്ടും കട്ടിലിൽ ഇരിക്കുന്ന രാജേശ്വരിയോട് ഗോപാലകൃഷ്ണൻ പറയണം, അല്ല രാജേശ്വരി, അത് ഗോപാലേട്ടൻ ഒന്ന് പോയേ, എനിക്കല്പം റെസ്റ്റ് വേണം ഇവിടെ. അളിയനിങ് വന്നേ പറയട്ടെ എന്നും പറഞ്ഞു ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഗോപാലകൃഷ്ണൻ പറയാണ്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ബാല, ഇവളിതെന്തു ഭാവിച്ചിട്ടാണ്? എന്നാൽ എനിക്ക് പലതും മനസ്സിലാകുന്നുണ്ട്. എന്താ അളിയന് തോന്നുന്നുണ്ടോ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ ചേച്ചി പറഞ്ഞത് പൂർണ്ണ മനസ്സോടെയാണെന്ന്? ചേച്ചി അങ്ങ് പെട്ടെന്ന് മാറിപ്പോയെന്ന്? അതൊന്നുമില്ല, എനിക്കതൊന്നും തോന്നുന്നില്ല, പെട്ടെന്ന് അവൾ അങ്ങനെയൊന്നും മാറില്ല. അതുപോട്ടെ, നിനക്കെന്താ മനസ്സിലായതെന്ന് പറയ്. അതങ്ങോട്ട് ഉറപ്പിച്ചു പറയാറായിട്ടില്ല അളിയ, ഉറപ്പുള്ളത് ഒരൊറ്റ കാര്യത്തിലാണ്. ഇപ്പോ നടക്കുന്ന ഈ സമാധാനം ഒരു കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമാണ്. ഇടിവെട്ടും പേമാരിയും ഒക്കെ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അതിനു മുൻപ് അളിയൻ അല്പം റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണനെ പറഞ്ഞു വിടുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. അവിടേക്ക് ഭക്ഷണം വാങ്ങാനായി എത്തുകയാണ് അനൂപ്. അനൂപ് ഹോൺ അടിക്കുമ്പോൾ അനൂപിനെ കണ്ടിട്ട് ശാരദാമ്മ പറയണം, ആ അനൂപേ, മോനെ വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് ശാരദാമ്മ. കഴിക്കാൻ എടുക്കട്ടെ മോനെ? വേണ്ട ശാരദാമ്മ, പാഴ്സൽ വാങ്ങാൻ വന്നതാണ്. പാഴ്സലോ? അതെ, 4 ആൾക്കുള്ള ഫുഡ് വേണം. 4 ആൾക്കോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അനൂപ് ചോദിക്കുകയാണ്, എന്താ ഉള്ളത് ഇവിടെ? ശാന്ത പറയുകയാണ്, പാലപ്പവും മുട്ട റോസ്റ്റും ഉണ്ട്, പിന്നെ നൂൽപുട്ടും പനീർ മസാലയും. എന്താ വേണ്ട എന്ന് പറഞ്ഞാൽ മതി, ശാരദാമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ശരി മോനിരിക്കെ, അമ്മ ഇപ്പോ എടുക്കാം. ശ്യാമേ, മോന് ചായയും വടയും കൊടുക്കണേ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ശ്യാമ വട കൊടുക്കുമ്പോൾ അനൂപ് പറയുകയാണ്, ഒരെണ്ണം മതി, കുറച്ച് ചട്നിയും കൂടി. അടുത്തിരിക്കുന്ന ശാരിയോട് സുഖമായിരിക്കുന്നോ ശാരി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ സുഖം, മോനോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അനൂപ്. പാഴ്സൽ ഭക്ഷണം ശാരദാമ്മ കൊടുക്കുമ്പോൾ അനൂപ് ചോദിക്കുകയാണ്, എത്രയായി ശാരദാമ്മേ? ഇതെന്താ പുതിയൊരു ശീലം? എന്നും ശാരദാമ്മയുടെ ഈ മോനല്ലേ ഫുഡ് ഫ്രീ? ഇതിപ്പോ വേറെ 3 പേർക്ക് കൂടി ഇല്ലേ? 3 അല്ല 300 പേർ കൂടെ ഉണ്ടെങ്കിലും നിന്റെ കയ്യിൽ നിന്നും ശാരദാമ്മയ്ക്ക് പൈസ വേണ്ട. ദാ ചെല്ല്, എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അനൂപിനെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. അനൂപ് പോയ ശേഷം ശാരി ചോദിക്കുകയാണ്, ഇതെന്താ അമ്മേ, ഇവൻ വന്ന് ഒരിക്കലും ഇല്ലാത്തതുപോലെ 4 പേർക്കുള്ള പാഴ്സൽ വാങ്ങി പോകുന്നത്? എനിക്കുമൊന്നും മനസ്സിലാകുന്നില്ല, എന്തോ ഒരു വശപ്പിശകുണ്ട്. ഇവിടെയോ ഒരു ആപത്ത് മണക്കുന്നു. മോനെ അയച്ചിരിക്കുന്നത് രാജേശ്വരിയാണ്, അവളുടെ ഉള്ളിലെ വിഷം തുപ്പിക്കളയുമ്പോഴേ മനസ്സിലാകൂ. എന്റെ ദൈവങ്ങളെ, ഒരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ.
പിന്നീട് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനെയും ബാലചന്ദ്രനെയുമാണ്. രണ്ടുപേരും സെറ്റിൽ കിടക്കുകയാണ്. വയറ് തടവിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എടാ ചെറുകുടൽ വൻകുടലിനെ കാർന്നു തിന്നുക എന്നുള്ളത് നീ കേട്ടിട്ടുണ്ടോ? ആ, എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടളിയാ. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ആർത്തിയുടെ അസുഖമല്ലേ, അത് മുഖത്ത് കാണാം. അളിയന് എപ്പോഴും ഒരു വിശക്കുന്നവന്റെ മുഖഭാവമാണ്. ഇങ്ങനെയെന്നും പറഞ്ഞ് മുഖം നേരെ കോക്രി കാണിക്കുകയാണ് ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണന് നേരെ. പെട്ടെന്ന് അടിയെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേൽക്കുകയാണ്. അടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ ദൈവമേ. എന്റെ അളിയ, ഈ വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ മനസ്സിനെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. അപ്പോ വിശപ്പിന്റെ കാര്യം മറക്കും. ഫോർ എക്സാമ്പിൾ, അളിയന്റെ മുൻപിൽ ടീപ്പോയിലൊരു സാധനം കിടക്കുന്നുണ്ടല്ലോ, പത്രം എന്നാണ് അതിന്റെ പേര്. അതിൽ അച്ചടിച്ചിരിക്കുന്നത് മലയാളമാണോ തമിഴാണോ എന്ന് പോലും ഈ വീട്ടിലുള്ള ആരെയും തുറന്നു നോക്കുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ അതൊന്നെടുത്ത് തുറന്നു നോക്കുന്നത് നല്ലതാണ് അളിയ. മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്തുള്ളതെന്ന് അറിയാമോ? കൊലപാതകം, ആത്മഹത്യ, കൂട്ടക്കുരുതി. തുറന്നു നോക്കളിയ, നോക്ക് എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അന്നേരം പത്രമെടുത്ത് നിവർത്തി നോക്കിയ ശേഷം പെട്ടെന്ന് ഛേ എന്നും പറഞ്ഞ് അത് ടീപ്പോയിൽ തന്നെ വെക്കുകയാണ് ഗോപാലകൃഷ്ണൻ. എന്തളിയ, തേളുകുത്തിയോ? ചിക്കന്റെ കൊതിയൂർന്ന വിഭവങ്ങളുമായി പുതിയ ഷോപ്പ് വരുന്നോന്ന് തുറന്നപ്പോഴേ കണ്ടത് അതാണ് ഈ പത്രത്തിന്റെ കുഴപ്പം. ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ അതിൽ കാണൂ. അല്ലളിയ, നമുക്ക് ആ വഴിയൊന്ന് ആലോചിച്ചാലോ? ഏതു വഴി? നമുക്ക് പുറത്തു പോയി ഫുഡ് അടിച്ചിട്ട് വരുന്ന വഴിയുടെ കാര്യം. എടാ, അതിന് എന്റെ പോക്കറ്റിൽ ആകെ ഉള്ളത് 500ന്റെ ഒരു ഒറ്റ നോട്ടാണ്. അതെടുത്താലേ വൈകിട്ടത്തെ വെള്ളം കൂടി മുട്ടില്ലേ? അത് മുടക്കേണ്ട. വെള്ളം മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമാണെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? അല്ല, നിന്റെ കയ്യിലോന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. എന്റെ കാര്യം അളിയന് അറിയാമല്ലോ, ദാ കാലി പോക്കറ്റാണ്. ഓ, ദരിദ്രവാസി എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് രാജേശ്വരിയെ കൊണ്ട് രണ്ടുപേരും എഴുന്നേൽക്കുകയാണ്. വേറെ സാരിയുമൊക്കെ ഉടുത്ത് നന്നായി ഒരുങ്ങി വന്നിരിക്കുന്ന രാജേശ്വരിയെ നോക്കി ബാലചന്ദ്രൻ നേരത്തെ മുറിയിൽ കണ്ട കാര്യങ്ങൾ ആലോചിക്കുകയാണ്. രാജേശ്വരി, നീ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. പനിയാണെന്ന് പറഞ്ഞിട്ട് കുളിച്ചു. അപ്പോ പനി പോയി, ഇപ്പൊ നല്ല വിശപ്പാണ്. അല്ല, ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ട് അനൂപ് ഇതുവരെ വന്നില്ലേ? അന്നേരം അനൂപ് ഭക്ഷണവുമായി എത്തുകയാണ്. അമ്മയെന്നും പറഞ്ഞു ഓടി വരുമ്പോൾ രാജേശ്വരി പറയണം, ആ മോൻ വന്നു, ഭക്ഷണം കിട്ടിയോ മോനെ? ആ, പിന്നെ കിട്ടാതെ. നല്ല ചൂട് പാലപ്പവും മുട്ട റോസ്റ്റും കൂടാതെ സ്പെഷ്യൽ ശാരദാമ്മയുടെ നൂൽപുട്ടും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിക്കും ഞങ്ങൾ. അതിങ്ങ് താ എന്നും പറഞ്ഞ് കവർ വാങ്ങിക്കുകയാണ് രാജേശ്വരി. അത് വാങ്ങിയൊന്ന് മണത്ത് നോക്കിയ ശേഷം പുറത്തേക്ക് എറിയുകയാണ് രാജേശ്വരി ആ കവർ. അതിനുശേഷം 3 പേരെയും രൂക്ഷമായി നോക്കി നിൽക്കുകയാണ് രാജേശ്വരി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.